ഇന്ന് നമുക്കൊരു നോമ്പുറപ്പിക്കൽ എവിടെയെന്ന് അറിയോ? നമ്മുടെ കോളേജിന്റെ തന്നെയാണ് ഈ നോമ്പുറപ്പിക്കലുള്ളത്. കോളേജിന്റെ എന്ന് പറയുമ്പോൾ കോളേജിലെ സ്റ്റുഡൻസും സ്റ്റാഫും മാത്രം ഉള്ളതൊന്നും ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഉള്ള ഒരു നോമ്പുറപ്പിക്കലാണ്. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിലാകെ ഓൺലി മുസ്ലിം സ്റ്റുഡൻസ് ആണ്. എന്തായാലും ഇന്ന് ഞാനും റോസും ഫാത്തിമയാണ് ഉള്ളത്. നോമ്പറക്കാൻ എത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് വത്തക്ക ജ്യൂസും നോമ്പറക്കാനുള്ള വെള്ളവും പഴവും സമൂസൊക്കെ ആയിട്ട് നോമ്പൊക്കെ തുറന്ന് നമ്മൾ പിന്നെ നേരെ പോയത് മെയിൻ കോഴ്സ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട് നമ്മൾ പേടിക്കണ്ട, കാരണം ഇവിടെ മെയിൻ കോഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇരിക്കാനുള്ള ഒരു സ്ഥലം തൊപ്പിയിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ആകെ നോൺ വെജ് കിട്ടല് ഈ പരിപാടി. ബിരിയാണിയും കബാബും ചിക്കൻ കറിയും പൊറോട്ടയും പായസം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നേരെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ നമ്മുടെ ബാക്കിക്കാരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഹക്കീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഓരോരുത്തരായിട്ട് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഒരു ബായ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോയതിനു ശേഷം പിന്നെ നമ്മുടെ വാർഡിനും തിരക്ക് കൂട്ടിയിട്ട് നമുക്കും പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. സമയം ഏകദേശം ഒരു 8 മണിയായപ്പോൾ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് റെഡ് മൂൺ ഡേ ആയിരുന്നു. നല്ല അടിപൊളി മൂണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഹോസ്റ്റലിലെത്തി സൈനൊക്കെ എത്തിയിട്ട് നേരെ റൂമിൽ പോയിട്ടുണ്ട്.